എ വൈറ്റ് എലഫന്റ്. എ വൈറ്റ് എലഫന്റ്. ഇതും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഇഡിയമാണ്. വൈറ്റ് എലഫന്റ്, വെള്ള ആന, വെളുത്ത ആന, വെള്ള ആന. യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പണം മുടക്കിയിട്ട് ചില വസ്തുക്കൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. സത്യത്തിൽ ഒരു ഉപയോഗമില്ലാത്ത ചില വസ്തുക്കളായിരിക്കും അത്. ഒരുപാട് പണം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഉപയോഗമില്ല. അപ്പോൾ ആൻ എക്സ്പെൻസീവ് ഐറ്റം ദാറ്റ് ഇസ് ട്രബിൾസം ഓർ യൂസ്ലെസ്. ഭയങ്കര വിലപിടിപ്പുള്ളതാണ്, പക്ഷേ യൂസ്ലെസ് ആണ്. അത്തരം ചില വസ്തുക്കളെ നമുക്ക് വൈറ്റ് എലഫന്റ് എന്ന് പറയാൻ പറ്റും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇഡിയമാണ് മദർ വിറ്റ്. മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോമൺ സെൻസ് എന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം കാണാൻ കഴിയും. ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. നാച്ചുറൽ കോമൺ സെൻസ്, അതായത് സഹജ ബുദ്ധി അല്ലെങ്കിൽ സ്വയവിവേകം എന്നൊക്കെ നമുക്കിതിനെ മലയാളത്തിൽ പറയാൻ പറ്റും. സഹജമായിട്ടുള്ള സാമാന്യ ബുദ്ധി, അതിനെയാണ് മദർ വിറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അടുത്ത ഇഡിയം ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈ പിടി, അല്ലേ, പിടുത്തം. ലൂസ് സെൽഫ് കൺട്രോൾ ഓർ ടു ബിക്കം അൺകൺട്രോളബിളി ആംഗ്രി. നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ ആംഗ്രി, ദേഷ്യം പിടിക്കുന്നൊരവസ്ഥയുണ്ട്. ശരിക്കും ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. ഫ്ലൈ ഓഫ് എന്നാൽ വിട്ടുപോവുക. എന്ത്? ദ ഹാൻഡിൽ, പിടുത്തം വിടുക. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പിടുത്തം വിട്ടു എന്ന് പറയാറുണ്ട്. അത് ഭയങ്കര ദേഷ്യം പിടിച്ച് പിടുത്തം വിടുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ശരിക്കും ആ പിടുത്തം വിടുക എന്നുള്ള അർത്ഥമാണ് ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ കൺട്രോൾ അങ്ങോട്ട് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ പഠിച്ചു വെക്കുക. അതുപോലെ വൈൽഡ് ഗൂസ് ചേസ്. എ വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് ചേസ്. ഈ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ എ സെർച്ച് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺസക്സസ്ഫുൾ ആൻഡ് എ വേസ്റ്റ് ഓഫ് ടൈം. പൂർണ്ണമായിട്ടും സമയം വേസ്റ്റ് ആക്കുന്നു, അതായത് വിഫലമായിട്ടുള്ള പ്രയത്നം. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നു, ഒരു ഗുണമില്ല. അപ്പോൾ കൃത്യമായിട്ട് എ വൈൽഡ് ഗൂസ് ചേസിനെ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയുകയാണെങ്കിൽ വൃഥാ പ്രയത്നം എന്ന് പറയാം. വൃഥാ പ്രയത്നം അല്ലെങ്കിൽ വിഫല ശ്രമം എന്ന് നമുക്ക് മലയാളത്തിൽ ഈ ഇഡിയത്തിന് അർത്ഥം നൽകാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഇഡിയത്തിലേക്ക് പോകാം. കുക്ക് സംബഡീസ് ഗൂസ്. നേരത്തെ നമ്മൾ പഠിച്ചത് എ വൈൽഡ് ഗൂസ് ചേസ് ആണ്. ഇപ്പോൾ പറയുന്നത് കുക്ക് സംബഡീസ് ഗൂസ്. അപ്പോൾ ഇതും പ്രധാനപ്പെട്ടതാണ്. കുക്ക് സംബഡീസ് ഗൂസ്. ടു സ്പോയിൽ സംവൺസ് പ്ലാൻസ് ആൻഡ് പ്രിവെന്റ് ദം ഫ്രം സക്സീഡിങ്. ഒരു വ്യക്തിയുടെ ഒരു പദ്ധതി, ഒരു പ്ലാൻ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. അയാൾ ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്, ആ പ്ലാനിനെ നമ്മൾ ഏതെങ്കിലും വിധേന തടസ്സപ്പെടുത്തുക, അയാളുടെ ആ സക്സീഡിങ്ങിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ടു സ്പോയിൽ സംവൺസ് പ്ലാൻ ആൻഡ് പ്രിവെന്റ് ദം ഫ്രം സക്സീഡിങ്. ഒരാളുടെ ഒരു പ്ലാൻ അങ്ങോട്ട് ഇല്ലാതാക്കുക, ശരിക്കും കലക്കി കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ കലക്കി കൊടുക്കുന്നതിനെ നമുക്ക് കുക്ക് സംബഡീസ് ഗൂസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ടൂത്ത് ആൻഡ് നെയിൽ. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയുന്നത്. ടൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല്ല്, നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖമാണ്. അപ്പോൾ ശരിക്കും അത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് നഖശിഖാന്തം എന്ന് പറയുന്നത്. നഖശിഖാന്തം, നഖശിഖാന്തം അതിനെ എതിർത്തു എന്നൊക്കെ പറയും. അതായത് അടിമുടിയായി നമ്മൾ എതിർക്കുമ്പോൾ നമുക്ക് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയാം. ഫ്യൂരിയസ്ലി ഓർ ഫിയേഴ്സ്ലി വിത്ത് ഓൾ ഓഫ് വൺ സ്ട്രെങ്ത് ആൻഡ് എഫർട്ട്. പൂർണ്ണ ശക്തിയോട് കൂടിയിട്ട് നമ്മൾ എതിർക്കുക. ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പല്ലും നഖവും ഉപയോഗിച്ച് അല്ലെങ്കിൽ സർവശക്തിയും ഉപയോഗിച്ച് എന്ന അർത്ഥത്തിൽ ആണ് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറയുന്ന ഈ പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. അടുത്ത ഇഡിയം കോസ്റ്റ് ദ എർത്ത്. ടു ബി വെരി എക്സ്പെൻസീവ്. അതായത് വളരെ വിലപിടിപ്പുള്ള, വളരെ ചിലവേറിയതിനെ നമുക്ക് കോസ്റ്റ് ദ എർത്ത്. അല്ലെ, എർത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമി, അല്ലേ, ഭൂമിയുടെ അത്രയും വില വരുന്ന സംഗതി എന്നർത്ഥത്തിൽ നമുക്കിതിനെ ഓർക്കാൻ എളുപ്പമാണ്. കോസ്റ്റ് ദ എർത്ത്. ടു ബി വെരി എക്സ്പെൻസീവ്, വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നമ്മൾ കോസ്റ്റ് ദ എർത്ത് എന്ന് പറയും. നോട്ട് ചെയ്യുക. അടുത്ത ഇഡിയം ടേൺ എ ഡഫ് ഇയർ. ടേൺ എ ഡഫ് ഇയർ. അതായത് ആ വാക്കിൽ തന്നെ ഇതിൻ്റെ അർത്ഥമുണ്ട്. ഡഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബധിരന്മാരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഡഫ് എന്ന് പറയുക. ബധിരമായിട്ടുള്ള അവസ്ഥ, ബധിരത, ഡഫ്നെസ്. ഓക്കെ, അപ്പോൾ ചെവി കേൾക്കാത്തതിന് നമ്മൾ ഡഫ് എന്ന് പറയാം. അപ്പോൾ ടേൺ എ ഡഫ് ഇയർ, അപ്പോൾ ബധിരമായിട്ടുള്ള ചെവി. അതായത് ഒരാളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുക, ഒരാൾ പറയുന്ന കാര്യം കേൾക്കാതിരിക്കുക, കേൾവി കൊള്ളാതിരിക്കുക, അവഗണിക്കുക, ഇഗ്നോർ ചെയ്യുക. അതാണ് ടു ഇഗ്നോർ ഓർ റെഫ്യൂസ് ടു ലിസൺ ടു സംവൺ. ഒരാളെ കേൾക്കുന്നത് ഒന്നുകിൽ അവഗണിക്കുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക. അപ്പോൾ
മറ്റുള്ള ഒരാളെ അവഗണിക്കുന്നതിനെ, കേൾക്കാതിരിക്കുന്നതിന് ടേൺ എ ഡെഫ് ഇയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ഇഡിയം നോക്കാം. 40 വിങ്സ്. 40 വിങ്സ് എന്ന് പറഞ്ഞ പ്രയോഗത്തിൻ്റെ അർത്ഥം എ ഷോർട്ട് സ്ലീപ്പ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഡേ നാപ്പ്. അത് നാപ്പ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അതായത് ഉച്ചയുറക്കം, മയക്കം എന്നൊക്കെയാണ് നാപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മയക്കം എന്ന് പറയുന്ന വാക്കിന് തുല്യമായിട്ടുള്ള ഒരു ശൈലിയാണ് 40 വിങ്സ് എന്ന് പറയുന്നത്. എ ഷോർട്ട് സ്ലീപ്പ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ ഡേ ടൈമിലുള്ള ഷോർട്ട് സ്ലീപ്പ്. അപ്പോൾ ഷോർട്ട് സ്ലീപ്പ് അല്ലെങ്കിൽ നാപ്പ്, അതാണ് 40 വിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രയോഗം ശ്രദ്ധിക്കുക. ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. പൂച്ച ബാഗിൻ്റെ പുറത്ത് എന്നല്ല ഈ വാക്കിൻ്റെ അല്ലെങ്കിൽ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. റിവീൽ ദ ട്രൂത്ത് എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. സത്യം വെളിച്ചത്താവുക, കള്ളി വെളിച്ചത്താവുക എന്നൊരു മലയാളം പ്രയോഗമുണ്ട്. ആ കള്ളി വെളിച്ചത്താവുക എന്ന് പറയുന്ന പ്രയോഗത്തിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷിലെ ശൈലിയാണ് ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇഡിയം നമുക്ക് നോക്കാം. ടു ഷോ ദ വൈറ്റ് ഫെദർ, ടു ഷോ സൈൻസ് ടു കൊവാഡീസ്. ഈ കൊവാഡീസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം. അപ്പോൾ ഭീരുത്വം കാണിക്കുക എന്നർത്ഥമുള്ള ഒരു ഇഡിയമാണ് ടു ഷോ ദ വൈറ്റ് ഫെദർ. ടു ഷോ ദ വൈറ്റ് ഫെദർ, ടു ഷോ കൊവാഡീസ്. കൊവാഡീസ്, ഭീരുത്വം. ഓക്കെ, ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. അടുത്ത ഇഡിയം റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. വരികൾക്കിടയിൽ വായിക്കുക. മലയാളത്തിൽ നിന്ന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, വരികൾക്കിടയിൽ വായിക്കുക. ഇംഗ്ലീഷിൽ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമുക്കറിയാം, ഒരു സംഗതി അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആ പറഞ്ഞിരിക്കുന്നതിനപ്പുറം പ്രത്യക്ഷമല്ലാത്ത ഒരർത്ഥം ആ സെൻറ്റൻസിനുണ്ട്. ആ അർത്ഥത്തിൽ അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥത്തെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ അതിനെ നമ്മൾ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറയും. അതാണ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഓർ ഹിഡൻ മീനിങ് ബിഹൈൻഡ് ദ സൂപ്പർഫിഷ്യൽ അപ്പിയറൻസ് ഓഫ് സംതിങ്. ഓക്കെ, അപ്പോൾ ഈ ഇഡിയം മനസ്സിലാക്കി വെക്കുക. അടുത്തത് എ ബിറ്റർ പിൽ ടു സ്വാലോ. ബിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കയ്പുള്ള, പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക അല്ലേ. ഓക്കെ, ടു സ്വാലോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ആൻ അൺവാണ്ടഡ് ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ ദറ്റ് സം വൺ ഈസ് ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ്. നമ്മൾ ചില സമയത്ത് നമുക്ക് താല്പര്യമില്ലാതെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ പോയി പെടാറുണ്ട്, ചില സിറ്റുവേഷൻസിൽ പെടാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എ ബിറ്റർ പിൽ ടു സ്വാലോ. അതുപോലെ ചില സംഗതികൾ നമുക്ക് താല്പര്യമില്ലാതെ, നമുക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എ ബിറ്റർ പിൽ ടു സ്വാലോ. എ ബിറ്റർ പിൽ ടു സ്വാലോ എന്ന് പറയാം. ഓക്കെ, അടുത്തത് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എ സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്. കള്ളക്കഥ, കെട്ടുകഥ, കള്ളക്കഥ എന്നർത്ഥത്തിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രയോഗമാണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക. അടുത്ത ഇഡിയം ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഇതൊക്കെ ഒരുപാട് തവണ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഇഡിയമാണ്. ഇറഗുലർലി സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന ഇഡിയം. തട്ടിയും മുട്ടിയും മുന്നോട്ട് പോകുക എന്ന് നമുക്കതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം നല്ല സ്മൂത്തായിട്ട് പോകുന്നില്ല, വളരെ അധികം തടസ്സപ്പെട്ടുകൊണ്ട് അത് ഇറഗുലർലി സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ്, നിന്നും ആരംഭിച്ചു നിർത്തിയും ആരംഭിച്ചു ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോവുക എന്ന് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഈ വാക്കിന്, ഈ പ്രയോഗത്തിന് അർത്ഥം നൽകിക്കോളും. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. അടുത്തത് കിക്ക് ദ ബക്കറ്റ്. ഇത് ഒരു കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ല, ചോദിച്ചിട്ടുള്ള പ്രയോഗമാണ്. മരിച്ചു പോവുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ ഫ്രേസിൻ്റെ അർത്ഥം. കിക്ക് ദ ബക്കറ്റ്, മരിച്ചു പോവുക, ടു ഡൈ. ഓക്കെ, ദ ഓൾഡ് ലേഡി ഫൈനലി കിക്ക്ഡ് ദ ബക്കറ്റ്. ദ ഓൾഡ് ലേഡി ഫൈനലി കിക്ക്ഡ് ദ ബക്കറ്റ്. കിക്ക് എന്ന് പറഞ്ഞാൽ ചവിട്ടുക, ബക്കറ്റ്. അപ്പോൾ ദ ഓൾഡ് ലേഡി കിക്ക്ഡ് ദ ബക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾഡ് ലേഡി ബക്കറ്റ് ചവിട്ടി എന്ന് കരുതണ്ട, ആ അർത്ഥത്തിൽ സെൻറ്റൻസ് എടുക്കണ്ട. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചു പോകാമെന്ന്. അപ്പോൾ ഓൾഡ് ലേഡി മരിച്ചുപോയി എന്നാണ് അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് രസകരമായിട്ടുള്ള ഇഡിയം ആയതുകൊണ്ട് അതങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഈ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.